ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ട്രാവലൊന്നുമല്ല. നമ്മുടെ അടുത്തുനിന്ന് വിയ്യൂർ വരെ പോവാണ്. മിലോനെ കാണാൻ പോവാട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോസിൽ എൻ്റെ ഡോഗിനെ കാണിച്ചിരുന്നില്ലേ, അപ്പോൾ അവനെ കാണാൻ പോവാണ്. അവൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് തൃശ്ശൂർ പെറ്റ് ക്ലിനിക്കിൽ അവനിപ്പോൾ ചികിത്സയിലാണ്. ഒരാഴ്ചയായിട്ടോ അവനിവിടെ അഡ്മിറ്റ് ആക്കിയിട്ട്. ദേവു ആരെന്നാണോ വന്നല്ലേ? അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി. ഇത് താരയാണ് കേട്ടോ. ഇവളൊരു ലേബാണ്. ഇവളുടെ ഈ സ്കിൻ കണ്ടീഷൻ കാരണം ഇവളെ ആരോ ഇതുപോലെ ഉപേക്ഷിച്ചതാണ്. ഞങ്ങൾക്കും ഇതുപോലെ മിലോനെ കിട്ടിയത് ആളൂര് എടക്കളത്തൂർ ഭാഗത്തു നിന്നാണ്. ആരോ ഇതുപോലെ അവളെ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പാവം ആയി കണ്ട് തോന്നിയിട്ട് ഞങ്ങൾ അവനെ കൊണ്ടുവരികയായിരുന്നു. ദേവുവിന് ഭയങ്കര വാശിയായിരുന്നു നമുക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കും ഈ പറയുന്ന പോലെ എനിക്കും ഹസ്ബൻഡിന് അതുപോലെ ഡോഗ്സ് ക്യാറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൊണ്ടുവന്നത് കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ ചെവിയുടെ ഉള്ളിൽ നമ്മൾ കുളിപ്പിക്കുമ്പോഴൊന്നും കണ്ടിരുന്നില്ല. ഈ ചെവി ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്ന കാരണം എൻ്റെ ചെവിയുടെ ഉള്ളിൽ ഈ തേനീച്ചക്കൂട് പോലെ നിറച്ച് പുഴുക്കളായിരുന്നു, ബ്ലാക്ക് കളറിൽ. ആ പുഴുക്കൾ ഉള്ളിലേക്ക് പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു പുഴുക്കളായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര വലിപ്പമുള്ള പുഴുക്കളായിരുന്നു. നമ്മൾ അവനെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിണ്ടായിരുന്നു, നമ്മുടെ തൃശ്ശൂർ കൊക്കാലയിൽ. അവിടെ നിന്ന് ഒന്ന് ഹീലായി വന്നതായിരുന്നു, പക്ഷേ അത് വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പെറ്റ് ക്ലിനിക്കിനെ കോണ്ടാക്ട് ചെയ്യായിരുന്നു കേട്ടോ. നമുക്ക് കൊക്കാല വരെ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരാൻ ഭയങ്കര ചിലവായിരുന്നേ. അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ മാത്തനെ കാണാൻ പോയി. മാത്തൻ്റെ കഥ കുറച്ച് ഭീകരമാണ്. കണ്ടോ, അവൻ്റെ കാല് കണ്ടോ? അവനെ റെസ്ക്യൂ ചെയ്തത് തന്നെയാണ്. അവൻ ഒരു പ്രശ്നമൊന്നുമില്ലാത്ത ഒരു പിറ്റ്ബുള്ളായിരുന്നു. പക്ഷെ നാട്ടുകാർ ഇവനാരോ കൊണ്ട് കളഞ്ഞപ്പോൾ നാട്ടുകാർ ഇവിടെ ഇതുപോലെ അറിയിച്ച് സാലി ചേച്ചിനെ അറിയിച്ചതാട്ടോ. സാലി ചേച്ചി എന്ന് പറയുന്ന ആളാണ് ഇവരെല്ലാം റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പോൾ ആളറിയിച്ച് അവനൊരു നല്ലൊരു ഫാമിലി ആയിട്ട് അഡോപ്ഷനൊക്കെ കൊടുത്തതായിരുന്നു. പക്ഷേ അഡോപ്ഷന് കൊടുത്ത ഫാമിലിയും അതുപോലെ അതിൻ്റെ അയൽവാസിയുമായിട്ടുള്ള ആളും കൂടി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാമിലി പുറത്ത് പോയ ടൈമിൽ ഈ അയൽവാസി അവൻ്റെ 2 കാലുകളും വെട്ടുകയാണ് ചെയ്തത്. അതിൻ്റെ വിഷ്വൽസ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാലൊക്കെ ബ്ലഡൊക്കെ വന്ന് നല്ല വെട്ടി കേൾപ്പിക്കുകയായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റൊക്കെ കൊടുത്ത് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായതായിരുന്നു. അവനിപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയേക്കാണ്. അവൻ ഹീലായി വരുന്നു. ഇവൻ അവിടുത്തെ പുതിയ അതിഥിയാണ് കേട്ടോ. പേരൊന്നും ഇട്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല ക്യൂട്ടായിട്ടിട്ടുണ്ട് അവനെ കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ അവൻ്റെ അടുത്തേക്ക് പോയി. അവൻ അടുത്തേക്ക് തൊട്ട് നോക്കുകയൊക്കെ ചെയ്തു. വലിയ ഇഷ്യൂ ഇല്ല, നല്ല ഭംഗിയില്ല അവനെ കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മിലോ ടാറ്റാ പോട്ടെ, ബൈ ബൈ. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അവനെ കണ്ടപ്പോൾ. കാരണം അവൻ ഹീലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും താര പൂപ്പ് ചെയ്യാൻ വേണ്ടി പുറത്ത് കെട്ടിയതായിരുന്നു അവളെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. പക്ഷേ സ്കിൻ കണ്ടീഷൻ കാരണമാണ് ഇങ്ങനെ ആയത്. ഇതിൻ്റെ പേര് ക്യാരറ്റ് എന്നാട്ടോ. ഇവൾക്ക് ചെറിയൊരു ക്യാൻസറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഭയങ്കരമായിട്ട് പ്രായമായിട്ടുണ്ട് ഇവള്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട്, നല്ല ഹൈറ്റൊന്നും ഇല്ലാതെ നല്ല ക്യൂട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവളെ കണ്ടപ്പോൾ. പക്ഷെ അവളുടെ ക്യാൻസർ കാരണം ഇതുപോലെ തൃശ്ശൂർ ആരോ അവളെ കളഞ്ഞതാണ്. അങ്ങനെയൊക്കെ കാണുമ്പോഴേ ഭയങ്കര സങ്കടമാവുക. എന്താ ചെയ്യാല്ലേ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഈ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ട് കളയുന്നത് കാണുമ്പോഴേ ഭയങ്കര സങ്കടമാവുക. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.